ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ. ഇന്ന് വ്യാഴാഴ്ച ദിവസം കർത്താവ് പൗരോഹിത്യം സ്ഥാപിച്ച ദിവസം അല്ലേ, അതേപോലെ വിശ്വകുർബാന സ്ഥാപിച്ച ദിവസം വലിയൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. ഇന്ന് എനിക്ക് വേണ്ടി ഒരു നന്മറഞ്ഞവനും ചൊല്ലി നമ്മുടെ ഒരു ഉടമ്പടി ഉള്ളതാണ്. ചില ആൾക്കാർ എല്ലാ ദിവസവും എത്രയും തള്ള മാതാവ് ചെല്ലുന്നവർ, അവരാണ് നമ്മുടെ ഒരു സ്വന്തം ആൾക്കാര്. പിന്നെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്, അവര് ഡബിൾ സ്വന്തം കേട്ടോ. അത് നന്മറഞ്ഞ ചൊല്ലി പ്രാർത്ഥിക്കാവോ? ഞാൻ ചില നിയമങ്ങൾ മനസ്സിൽ വെക്കുകയാണ്. അത്യാവശ്യമുള്ള ചില കാര്യങ്ങളാണ് കേട്ടോ. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 2 മക്കബായർ 15:9 വിഷയത്തിന്റെ തലക്കെട്ട്. കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ധൈര്യം കിട്ടാൻ ഇങ്ങനെ ചെയ്യുക. 2 മക്കബായർ ചാപ്റ്റർ 15:9. നല്ലൊരു വചനമാണ്. വചനമായി പറയാം. വചനം ഇതാണ്. അനേകം ആൾക്കാർ വന്ന് പറയാറുണ്ട്, പിന്നെ ഭയങ്കര പേടിയാണ്, ധൈര്യം കിട്ടുന്നില്ല, ആത്മധൈര്യം ചോർന്നു പോകുന്നു എന്നൊക്കെ. നല്ലൊരു വചനമാണ്. നിയമത്തിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും അവൻ വാക്യങ്ങൾ ഉദ്ധരിച്ച് അവർക്ക് ധൈര്യം പകർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് തുടർന്ന് പറഞ്ഞ വാക്യം ഇങ്ങനെയാണ്: തങ്ങൾ വിജയം വരിച്ച യുദ്ധങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൻ അവരെ പൂർവാധികം ഉത്തേജിപ്പിച്ചു. യൂദാസ് മക്കബേരുടെ പുസ്തകത്തിൽ യൂദാസിനെ കുറിച്ചാണ് തലക്കെട്ട് തന്നെ. യൂദാസ് ധൈര്യം പകരുന്നു എന്നുള്ളതാണ്. ഒരു അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഒരു തലക്കെട്ട് അപ്പസ്തോലത്തിൽ 4 അപ്പസ്തോലന്മാർ ധൈര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നെ പറയപ്പെട്ട സഹോദരങ്ങളെ, ധൈര്യം കിട്ടാൻ ഏറ്റവും നല്ല മാർഗം പരിശുദ്ധാത്മാവാണ്. ധൈര്യത്തിന്റെ ആത്മാവ് നമുക്കറിയാം. പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ ധൈര്യം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയും. പുതിയ നിയമത്തിന്റെ പഠനമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് എന്റെ പ്രിയപ്പെട്ട ഇത് എന്ന് പറഞ്ഞാൽ, അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ അന്ത്യോക്യസ്, നിക്കാനോ എന്നെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. അതുപോലെ മതപീഡനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അനുദിനം തങ്ങൾ പരാജയപ്പെടുകയാണ്. ധൈര്യം ചോർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ യൂദാസ് ഇതൊരു കാര്യം ചോദിച്ചു, പഴയ നിയമത്തിൽ നിന്ന്, അന്ന് പഴയ നിയമല്ലേ ഉള്ളൂ, ഓരോ നിയമത്തിൽ നിന്ന് പ്രവാചകന്മാരിൽ, നിയമം എന്ന് പറഞ്ഞാൽ പഞ്ചഗിരത്തി അല്ലേ, ഉൽപ്പത്തി അങ്ങനെ, പിന്നെ പ്രവാചകന്മാർ നമുക്കറിയാം, അതിൽ നിന്ന് ഇങ്ങനെ വചനങ്ങൾ ഉദ്ധരിച്ച്, വാക്യങ്ങൾ ഉദ്ധരിച്ച് അവർക്ക് ധൈര്യം പകർന്നു അല്ലേ. ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, ഞാൻ കൂടെ ഉണ്ടൊക്കെ പറഞ്ഞ വചനങ്ങളെ എന്നിട്ട് പറയാ. അപ്പൊ ധൈര്യം കിട്ടാൻ വേണ്ടി ചെയ്യണം ഇങ്ങനത്തെ ചില വചനങ്ങൾ. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് പറഞ്ഞു, വിലാപം 3:57, ഞാൻ വിളിച്ചപ്പോൾ കർത്താവിന്റെ അടുത്തേക്ക് വന്ന് ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ വചനമാണ് എന്ന് പറയുന്നത് പോലത്തെ ചില വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയ ധൈര്യത്തിന്റെ ക്രമം നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. കാരണം വചനം ഈശോയാണ്. വചനം മാംസം ധരിക്കും. അതാണല്ലോ ഈശോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളുടെ കടന്ന ഒരു കാലഘട്ടമാണ്. അന്നെല്ലാം ദൈവം നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച് അത്ഭുതകരമായി നമ്മളെ രക്ഷിച്ച് നയിച്ചുകൊണ്ട ഒരു ചരിത്രമുണ്ട്. അവർക്ക് യുദ്ധമാണെങ്കിൽ ആ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് നമ്മളിങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് അതുപോലെ പ്രത്യാശ നിറയും. പ്രത്യാശ ഉള്ളിടത്ത് ആത്മധൈര്യമുണ്ട്. അങ്ങനെ നമുക്ക് കയറി പോരാൻ പറ്റും. റോമായിലെ അതിനൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല, നമുക്ക് വീണ്ടും വീണ്ടും ധൈര്യം കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ 2-3 കാര്യങ്ങൾ ചുമ്മാ ഇങ്ങനെ ചിന്തിച്ചു നോക്കി ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. 1, ഇങ്ങനത്തെ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. 2, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ ഓർമ്മ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. 3, പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ വേണമെങ്കിൽ ഒരു അഭിഷേകത്തിന് എപ്പിസോഡിനുള്ള വിഷയമായില്ലേ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ചെയ്തോ കേട്ടോ കർത്താവ്. പിന്നെ ഈ ആശീർവാദ സമയത്ത് സ്പെഷ്യൽ ധൈര്യം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കാം. യേശുവേ, ആരാധന, ആരാധന. കർത്താവെ, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവം ഓരോ കുടുംബത്തെ വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുന്നു. കർത്താവ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഓരോരുത്തരും ഈശോയുടെ നാമത്തിൽ ഒരുപാട് അനുഗ്രഹം കർമ്മണ്ടാകട്ടെ. കർത്താവ്, പലവിധ കാരണങ്ങളാൽ ഭയത്തിന്റെ അടിമത്തത്തിൽ കിടന്ന് ഓരോരുത്തരും ഈശോയുടെ നാമത്തിൽ ആശ്രയിക്കുക. കർത്താവ്, ഡ്രൈവിംഗ്, അതിനുള്ള ഭയം, രാത്രിയായാൽ ഭയം, അല്ലെങ്കിൽ കർത്താവ് ഭയം. അതുപോലെ തന്നെ കർത്താവ് ചിലപ്പോൾ സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യം ചെയ്യാനുള്ളൊരു ധൈര്യമില്ല, 4 പേർ മുമ്പിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, ചില ജീവികളെ ഭയങ്കരത്തൊക്കെ പലതരത്തിലുള്ള ഭയത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്നവരോട് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നീ ഭയം വിട്ട്, നീ ധൈര്യം കൊണ്ട് നിറഞ്ഞ് നീ പുറത്തിറങ്ങിയവനെ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവ്, നിന്നിലുള്ള ധൈര്യം കണ്ട് മറ്റുള്ള അത്ഭുതപ്പെടാൻ തക്കത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. അപ്പസ്തോലന്മാർക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവ്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ ബന്ധിക്കുന്ന കർത്താവ്, ധൈര്യത്തിന്റെ ആത്മാവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങളെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.